പറയൂ നമസ്കാരം. നിന്റെ നമസ്കാരമില്ല, നിന്റെ വേറെ അല്ലേ. ഹലോ ഗൈസ്. ഹലോ ഗൈസ്. എന്നിട്ട് ഞങ്ങള് ലൂസിഫർ എമ്പൂരാൻ പടം കാണാൻ പോയി. എന്നിട്ട് പറയുന്നുണ്ട് പടം വളരെ മോശം. അതിനെ പറയാ, ഞങ്ങളെല്ലാം ഓപ്പോസിറ്റാ പറയണല്ലേ. അല്ലെങ്കിൽ ഭയങ്കര ട്രോളായിരിക്കും. അതും ശരിയാ. ഞങ്ങളും ട്രോളുമ്പോ അടിയിൽ ക്യാപ്ഷൻ എഴുതണം, എല്ലാം എവറിത്തിങ് ഈസ് ഓപ്പോസിറ്റ്. ആ പറഞ്ഞു ഓപ്പോസിറ്റ് പറഞ്ഞാൽ മതി. പടം വളരെ വളരെ അലമ്പായിരുന്നു. പിന്നെ ബോറെന്ന് പറഞ്ഞ ലാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലാഗ്. അടുത്ത പോയിന്റ് പറട്ടെ, ഡയറക്ഷൻ വളരെ വളരെ മോശം. പൃഥ്വിരാജ് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. പൃഥ്വിരാജിന് വേറെ വല്ല പണിക്ക് പോകും. ഇതൊക്കെ നടക്കണ കാര്യങ്ങള് ഓപ്പോസിറ്റില് പറയണം. പിന്നെ തിയേറ്ററിൽ ഒരു മനുഷ്യരുണ്ടായിരുന്നില്ല എന്നല്ലേ. സൗണ്ട് ഉണ്ടായേ ഇല്ല. BGM ഒക്കെ വളരെ മോശം എന്നല്ലേ. ഇനി നമുക്ക് കറക്റ്റ് പറയാം, എന്നാലേ കഥ പറയാൻ പറ്റുള്ളൂ അല്ലേ. അത് ഭയങ്കര, ഞാനത് ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആണ്. പടം സൂപ്പർ പടം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ലൂസിഫറിനെക്കാളും ഇഷ്ടപ്പെട്ടത് ഈ പടമാണ്. എനിക്കിഷ്ടായി. ഒരു ബോറടി ഇല്ല, ഒരു ഇത് നല്ല പടമായിരുന്നു കേട്ടോ. ഞാൻ ഭയങ്കര ആൾക്കാരുടെ എക്സ്പെക്ടേഷൻ ഇതൊക്കെ വിചാരിച്ചിട്ട് ഭയങ്കര അലമ്പായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല പടമാണ്. അവനങ്ങനെ ഇഷ്ടമായി പറയല് ഭയങ്കര കുറവ് സിനിമകളാണ്. പൃഥ്വിരാജ് അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. കഥയും ഡയറക്ഷനും. പക്ഷെ താഴേക്ക് ഇറങ്ങുമ്പോ തന്നെ എന്റെ അടുത്ത് നിന്ന് അമ്മ ചെക്കൻ പറയാണ്, ഫുൾ എന്നിട്ട് ഒരു ഇതില്ലാത്ത സിനിമ കണ്ടിന്യൂറ്റിയാ അല്ല, കഥയില്ലാത്ത വേറൊരു വേർഡ് പറഞ്ഞല്ലോ. സ്റ്റോറി കഥയില്ലാത്ത സ്റ്റോറി അങ്ങനെ പറഞ്ഞു. ഇല്ലാത്ത സിനിമയാണ്, എന്തോ കാണിച്ചു കൂട്ടാനായിട്ട് ഉണ്ടാക്കിയ പോലെ. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല പടം. ഡയറക്ഷൻ അടിപൊളി, ഒരു ബോറടി ഒരു ലാഗും ഇല്ല. ശരിക്കും എത്ര പടം ഉണ്ട്, എത്ര ടൈം വെച്ചാൽ ആ ടൈം ഒന്നും നമ്മൾ അറിയില്ല, പെട്ടെന്ന് തന്നെ തീർന്നു. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മോഹൻലാലിന് ഒരു എന്താ പറയാ, ഞാൻ നേരത്തെ പറഞ്ഞാലോ ഭാഗ്യാണ്. ഇതൊക്കെ ഒരു എപ്പോഴും പറയാൻ പറ്റിയൊരു പടമാണ്. അപ്പൊ എല്ലാരും പോയി കാണാം. എല്ലാരും കണ്ടിട്ടുണ്ടാവും. നമ്മൾ ലാസ്റ്റ് എല്ലാരും നമ്മൾ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട്. ഒരാഴ്ച ഇല്ല, 4ാമത്തെ ദിവസം കണ്ടു. പിന്നെ മറ്റേ കട്ട് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ കട്ട് ചെയ്യാനൊന്നും പ്രത്യേകിച്ചൊന്നും ഇല്ല അല്ലേ, വെറുതെ കട്ട് ചെയ്തിട്ടുണ്ടാ. കട്ട് ചെയ്തിട്ടില്ല. നാളെ തൊട്ടായിരിക്കും, ഇന്ന് വൈകുന്നേരം തൊട്ടാണെങ്കിൽ നാളെ തൊട്ടായിരിക്കും കട്ട് ചെയ്യാം. പീഡന സീന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ എല്ലാ സിനിമയിലും അപ്പുറത്തിന് അപ്പുറം കാണിക്കുന്നുണ്ട്. അപ്പൊ എല്ലാരും പോയി കാണാം.